വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പൊ എക്സാമിന് A+ കിട്ടാൻ അല്ലെ A+ അല്ലെങ്കിൽ A ഗ്രേഡ് അല്ലെ നിങ്ങൾക്ക് A ഗ്രേഡ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ഓരോ ആക്ടിവിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യണം? ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യണം. അങ്ങനെ സ്കോർ ചെയ്യാൻ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എക്സാമിന് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പാറ്റേൺസിൽ നിന്ന് പാറ്റേണുകൾ തന്ന് അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പാറ്റേൺസ് വളരെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും, പെട്ടെന്ന് തന്നെ സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ മിസ് കാണിച്ചു തരട്ടെ. ഇതാണ് ആ ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കുക, 11 × 11 എന്ന് പറയുന്നത് 121 ആണെന്ന് അവർ തന്നിട്ടുണ്ട്. 111 അല്ലെ, 111 × 111 111 × 111 എന്ന് പറയുന്നത് 12,321 ആണ് എന്നും അവർ തന്നിട്ടുണ്ട്. 12,321. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന അടുത്ത 2 വരികൾ എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. മക്കളെ ഉറപ്പിച്ചോളൂ, പാറ്റേൺസിൽ നിന്ന് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരും. അത് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനും ആയിരിക്കും. വിട്ട് കളയരുത്. ഓക്കെ, അപ്പൊ എങ്ങനെയാ ചെയ്യാൻ നോക്കിയേ. 11 × 11 തന്നിട്ടുണ്ട് 121. 111 × 111 എന്ന് പറയുന്നത് 1 2 3 2 1. നിങ്ങൾ എന്തെങ്കിലും ഇവിടെ കാണുന്നുണ്ടോ? ഞാൻ കാണുന്നത് തന്നെയല്ലേ നിങ്ങളും കാണുന്നത്. അടുത്ത നോക്കുക, 1 1 1 1 4 1 × 4 1 ഈക്വൽ ടു എത്രയാണ്? നോക്കുക മക്കളെ, ഇവിടെ 2 ഒന്നുകളായപ്പോൾ നടുവിൽ 2 എഴുതി. ഇവിടെ 3 ഒന്നുകൾ വന്നപ്പോൾ നടുവിൽ 3 എഴുതി. ഇവിടെ 4 ഒന്നുകൾ വന്നാൽ നടുവിൽ ആരെഴുതണം? 4 എന്ന് എഴുതണം അല്ലേ? 4 എന്ന് എഴുതണം. എന്നതിന് ശേഷം 3 2 1 ഗുണിക്കണ്ട. 3 2 1 അങ്ങോട്ടും വരും. 3 2 1 ഇത്രേ ചെയ്യാനുള്ളൂ ഇതില്. റെഡി? അടുത്ത നോക്കുക, 5 അല്ലേ? 5 ഒന്നുകൾ × 1 1 1 1 1 ഇതും എഴുതണം. 2 വരി എഴുതാനാ പറഞ്ഞത്. ഇവിടെ 5 ഒന്നുകൾ വന്നതുകൊണ്ട് 5 ones വന്നതുകൊണ്ട് നടുവിൽ നമ്മൾ 5 എന്ന് എഴുതുന്നു. എന്നിട്ടോ 4 3 2 1 ചെറുതാക്കി ഇങ്ങോട്ട് എഴുതുക. അതേപോലെ 4 3 2 1 ഇതാണ് ആൻസർ. ബുദ്ധിമുട്ടുണ്ടോ? ഇത്ര സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരിക്കലും എന്ത് ചെയ്യരുത്? മിസ്സാക്കി കളയരുത്. റെഡി? ശരിയല്ലേ? പോവാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയുള്ള ഒരു പാറ്റേൺ ആണ്. ശ്രദ്ധിച്ച് നോക്കണം. പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? പാറ്റേൺ ഒന്ന് നമ്മൾ സൂക്ഷിച്ച് നോക്കണം. നമ്മുടെ അച്ഛൻ്റെയും അമ്മേൻ്റെയും മൊബൈലിലെ പാറ്റേൺ നമ്മൾ നോക്കിയില്ലേ? അതേപോലെ നമ്മൾ നോക്കിയിരിക്കണം. എവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള സാധനം ഇരിക്കുന്നതെന്ന്. ഇവിടെ നോക്കുക, 1 + 2 + 1 എന്ന് പറയുന്നത് 4 ആണ്. 1 ഉം 2 ഉം 1 കൂട്ടിയാൽ 4 ആണ്. സംശയമില്ല. 2 1 3 3 1 4. ഓക്കെ, 1 ഉം 2 ഉം 3 ഉം 2 ഉം 1 കൂട്ടിയാലും 9 ആണ്. ഓക്കെ, എന്തോ വരുന്നുണ്ട് അല്ലേ? 2 1 3 3 3 6 6 ഉം 2 ഉം 8 ഉം 1 ഉം 9. ശരിയാണല്ലോ? ശരിയല്ലേ? അടുത്ത 2 വരികൾ എഴുതുക. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എൻ്റെ മക്കളൊന്നും ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയേ. ഇവിടെ 2 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഇവിടെ 2 എന്ന് പറയുന്ന നമ്പറിൻ്റെ സ്ക്വയർ അല്ലേ 4 എന്ന് പറയുന്നത്? സമചതുര സംഖ്യ. അതായത് ഈ 2ന്റെ 2 ഗുണിക്കണം 2 അല്ലേ 4. റെഡി? ഇനി നോക്കുക, ഈ 3ന്റെ നടുവിലെ നമ്പർ ആരാ? 3. ഈ 3ന്റെ 3 ഗുണിക്കണം 3 അല്ലേ 9 എന്ന് പറയുന്നത്? അല്ലേ? അപ്പൊ അടുത്ത നമ്പർ എങ്ങനെയായിരിക്കും വരിക? അടുത്ത ലൈൻ എങ്ങനെയായിരിക്കും വരിക? 1 + 2 + 3 + 4 + 3 + 2 + 1. 2 3 കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് ആരാണ്? 4 ആണ് അല്ലേ? ഇവിടെ 2 വന്നു, ഇവിടെ 3 വന്നു. അടുത്തത് ആരാ വരേണ്ടത്? 4. ഇവരെ കൂട്ടിയാൽ എത്രയാ വരുക? 4 × 4 16. കൂട്ടേണ്ട ആവശ്യമുണ്ടോ? കൂട്ടരുത്. കൂട്ടിയാൽ എക്സാമിന് നമ്മളുടെ സമയം വെറുതെ പോവുള്ളൂ. കൂട്ടാൻ നിൽക്കരുത്. ഇങ്ങനെ എഴുതിയാൽ മതി. അടുത്ത നോക്കുക. ഇനി അടുത്ത ഒരു വരി കൂടെ എഴുതണം അല്ലേ? 1 കൂട്ടണം 2 3 4 5. 4 കഴിഞ്ഞാൽ പിന്നെ 5 ആണ് നടുവിൽ വരേണ്ടത്. പിന്നെ കുറച്ച് എഴുതണം. 4 3 2 1 എത്രയാ? കൂട്ടേണ്ട ആവശ്യമുണ്ടോ? കൂട്ടരുത്. പകരം 5 ഗുണിക്കണം 5 25 എന്ന് എഴുതിയാൽ മതി. സിമ്പിൾ അല്ലേ?
കാര്യം ക്ലിയർ ആയോ? ഇനി നോക്കുക, 64-നെ ഇതേപോലെ എഴുതാനാ നമ്മളോട് പറഞ്ഞത്. 64-നെ ഇതേപോലെ എഴുതണം. എങ്ങനെ എഴുതും? 64 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 64 എന്ന് പറയുന്നത് വേറെ ആരുമല്ല 8 × 8 ആണ്. 8 ഗുണിക്കണം 8 ആണ് എന്ത് എന്ന് പറയുന്നത്? 64 എന്ന് പറയുന്നത്. അപ്പൊ നടുവിൽ ആര് കയറിയിരിക്കും? 8 കയറിയിരിക്കും. ഇനി 8നെ ചെറുതാക്കിയാ പോരെ? 8നെ ചെറുതാക്കിയാ +7 +6 +5 +4 3 2 1. ഇങ്ങോട്ടും അതുപോലെ തന്നെ 7 6 5 4 3 2 1. ഇത് എഴുതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത് എഴുതാൻ അറിഞ്ഞില്ല എങ്കിൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു 3-4 മാർക്കല്ലേ നഷ്ടമാവുന്നേ. ഇനി നഷ്ടപ്പെടുത്തോ? ഇനി ആരും തന്നെ നഷ്ടപ്പെടുത്തരുത്. എല്ലാവരും ഇങ്ങനത്തെ പാറ്റേൺസ് വന്നാൽ ശ്രദ്ധിച്ച് കണ്ട് ആൻസർ എഴുതിക്കോളാം. ഉറപ്പായും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സാം സൂപ്പർ ആയിട്ട് എഴുതി തീർക്കാം. അപ്പൊ എന്ത് ചെയ്യാം? അടിപൊളിയായിട്ട് പഠിക്കാം. സോ താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്. ബൈ ബൈ എവ്രിവൺ.